എടാ സ്റ്റുഡൻസിന്റെ പവർ കണ്ടില്ലേ? രാജിവെച്ചു പുള്ളിക്കാരൻ, രാജിവെച്ചു. ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഒരുപാട് പിള്ളേരുടെ കഷ്ടപ്പാടാണ് ഇവന്മാരെ ഇല്ലാണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പിള്ളേരുടെ പോട്ടെ, ഇതെല്ലാം പോട്ടെ. അവിടെ സമരത്തിന് വന്ന പിള്ളേരുടെ അടുത്ത് പോലീസ് പറഞ്ഞ തോന്നിവാസം ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരുന്നതിന് മുമ്പ് എനിക്ക് ശശികലയുടെയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എനിക്ക് ശശികലയെ കുറിച്ച്, ശശികല വേണ്ട ഇന്നലെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചോദ്യം പേപ്പർ ചോദിച്ച ആദ്യം മുതൽ. ഞാനത് കൂടുതൽ വായിക്കുന്നില്ല, കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിംസ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന രീതിയിലാണ്. ഈ തള്ള ഒരു കാലത്തും ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലൊരു നാറിയ ഒരു സ്ത്രീയെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതെണ്ണം കൊണ്ടിട്ടാ പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പോഴും ഇതുപോലെ വളച്ചൊടിക്കുന്ന ഒരു സ്ത്രീയായി മാറുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളതാണ്. ഒരു കാലത്തും ഇത് ഒരു ദിവസം മുമ്പുള്ള ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് 2024 കണക്കും ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനത്തിരുന്നതാണ് എല്ലാം മുസ്ലിംസ് ആണ്. എല്ലാം മുസ്ലിംസ് അവരുടെ നെഞ്ചത്തോട് ഇടാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു സ്ത്രീ. എന്റെ പൊന്നു ശശികളെ, നിങ്ങൾക്ക് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ കേരളത്തിൽ നടപ്പുണ്ട്. കേരളത്തിലല്ലേ, നമ്മുടെ രാജ്യത്ത് നടപ്പുണ്ട് ശശികല. ഞാൻ അതിന്റെ ഒരു ഇത് വെച്ചുതരാം, നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ തന്നെ ശശികല എന്ന് പറയുന്ന സ്ത്രീയെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. വെറുക്കുന്നവർ, അതിന്റെ എണ്ണം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അവരെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്സ് വിഷയങ്ങളൊക്കെ നമുക്ക് കഴിയുമ്പോൾ സബ് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തേക്കുക. ചാനൽ എല്ലാവരും സബ് ചെയ്തിട്ട് ഈ വിഷയം പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക ഈ ഒരു വിഷയത്തിലാണ്. ഓക്കെ, പോലീസിന്റെ തോന്നിവാസം, ആ കുട്ടികളെ പിടിച്ച് ഉപദേശിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പുറത്തു വരുന്നത്. CJP സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ, പ്രതിഷേധം ഉയർത്തുന്നതിൽ, വിദ്യാർത്ഥികളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ദേവേന്ദ്ര ഫഡ്നവിസ് ഭരിക്കുന്ന BJP സർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസിന്റെ ചെറിയ നമ്പറാണ് നമ്മളിപ്പോൾ കണ്ടത്. 50 ഗ്രാം മയക്കുമരുന്ന് പോക്കറ്റിൽ വെച്ച് ഈ ഡ്രഗ് കേസിൽ പ്രതിയാക്കും എന്നാണ് ഇപ്പോൾ ഈ കുട്ടികളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. 10, 40, 50 കൊല്ലം മുമ്പേ പോലീസ് ഇറക്കുന്ന നമ്പറാണ്. അതാണ് ഈ പുതിയ ജൻസി പിള്ളേരുടെ മുൻപേയും പ്രയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പിള്ളേര് തൂക്കി എന്ന് വേണം പറയാൻ, കൈയോടെ പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ പോലീസിന്റെയും ഈ ഭരണകൂടത്തിന്റെയൊക്കെ രീതി. നിങ്ങൾ പ്രതിഷേധിച്ചാൽ, നിങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയാൽ, നിങ്ങൾ പ്രതിഷേധങ്ങളിൽ ഭാഗമായ, നിങ്ങൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അത് വില പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങൾ നേരിട്ട അനുഭവം ഈ ദൃശ്യങ്ങളോട് വ്യക്തമാക്കുമ്പോൾ പറഞ്ഞിരുന്നത്. ഓക്കെ, കണ്ടല്ലോ നിങ്ങള്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പിള്ളേരോട് അനുഭവിച്ച് അടി ഇടി തൊട്ട് വിട്ട് പോട്ടെ. ഈ ഇതുണ്ടല്ലോ, നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ആണിയൊക്കെ കയറ്റി വെച്ചിട്ട് പിള്ളേരെ പുറം വഴി അടിച്ചതും, ഒരുത്തിൻ്റെ പുറം നിങ്ങളൊന്ന് കാണുമായിരുന്നു. എത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് എന്താ ശശികലയൊന്നും കാണുന്നില്ല നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിൻ്റെ നെഞ്ചത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലേ. ഇപ്പൊ ഹരിപ്പാട് ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഇന്ന പോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടെ പഠിച്ച വിദ്യാർത്ഥി ലാപ്ടോപ്പ് എടുത്ത് അടിച്ച് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊന്നു. അത് ജാതിയുടെയും മതത്തിന്റെ പേര് ഇവരെ ആക്കി തീർത്ത്. അത് അവരുടെ മാമൻ എങ്ങാണ്ട് പോയി ഈ പറയുന്ന കൊച്ചു പഠിച്ച സ്ഥലത്ത് പോയപ്പം എങ്ങാണ്ട് കാസ്റ്റ് മാറുന്ന കാര്യം എങ്ങാണ്ട് ചെറുക്കൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇവർ പ്രണയത്തിലായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രണയത്തിലാകുമ്പോൾ നോർമലായിട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വേറെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി. ഒരു കാര്യം എനിക്ക് ആ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളതാണ്. പെൺകുട്ടിക്ക് ആ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ വീട്ടുകാർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നില്ല. അതിന് വന്നിട്ട് സമരം ഉണ്ടാക്കാൻ വരെ നടത്തിയ ഒരു ടീമാണ്. അവർ നല്ല രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീ, നല്ല രീതിയിലാണ്. പിള്ളേരുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും ചേച്ചിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ മോള് വന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കയറി എല്ലാവരും കൂടെ കയറി അങ്ങ് ആ കൊച്ചിനെ കയറി അങ്ങ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ കുറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നട്ടലുണ്ട്, നല്ലൊരു തന്തട മോളാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഇപ്പോൾ രാജിവെച്ച മഹാനുണ്ടല്ലോ, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? നിങ്ങൾ അതും കൂടെ ചിന്തിക്കണം. ഇതുപോലുള്ള വിവരക്കേടുകളൊക്കെ വന്ന് പോസ്റ്റിട്ടല്ലേ. എന്തായാലും മോഹൻലാലിന്റെ മകളുടെ ഒരു വിഷയം വന്നപ്പം നമ്മുടെ അൻസാരി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ വെച്ചുതരാം. മേജർ രവി പറയുന്നുണ്ട് ഈ BJP കാനായിട്ടുള്ള, അതും ഞാൻ വെച്ചുതരാം. നമ്മുടെ നാട്ടിൽ പെൺപുലി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇല്ലാത്ത തുണി കൊണ്ട് മൂടും മുഞ്ഞി മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെറുതെ പറഞ്ഞിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പരസ്പരം ചുംബിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ രാവിലെ ഒരു വൈകുന്നേരം വരെ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ് വെറുതെ ഞെളിയാൻ നടക്കുന്ന ആള്. ഇത് അതൊന്നുമല്ല. സ്വന്തം നിലപാട് നിർഭയത്വത്തോടു കൂടി ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ആ മനസ്ഥിതിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതാണ് പെൺപുലി. വിസ്മയ മോഹൻലാൽ, ബിഗ് സല്യൂട്ട്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം, അതിനെ പോലീസിൽ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുമ്പോൾ ലാലേട്ടന്റെ മകളായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ വിശ്വാസികളാൽ അവർ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത്
വോട്ടർമാർ തന്നെ അവരിലെ വിദ്യാർത്ഥി സമൂഹം, യുവ സമൂഹം അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സമരത്തെ ഈ രൂപത്തിലാണോ അടിച്ചമർത്തുന്നത്? ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. അവൾക്ക് നട്ടലുണ്ട്, നല്ല തന്തയ്ക്കുണ്ടായ ഒരു മോളാണ് അവള്. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള വരികളാണ് ആ പെണ്ണ് പറഞ്ഞത്. അതിനെ പോലും വളച്ചൊടിക്കുന്ന പല ആൾക്കാരും. മേഡത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അത് പിന്നെ അതുകൊണ്ട് ഒരു VK ബൈജു എന്ന് പറഞ്ഞൊരു നാറിയുണ്ട്. ഇവർ ഈ നമ്മുടെ കേരളം മുട്ടിപ്പിക്കാൻ നോക്കുന്ന ഒരു വിഷ ജന്തുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ. ഇപ്പൊ അതിന്റെ പേരിൽ എന്തൊക്കെയാണ് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത് ഇക്ക പറ. പിന്നെ ദാ കിടക്കുന്നു ചട്ടികരവും മോഹൻലാലിന്റെ അച്ഛന്റെ തന്നെ 10 തലമുറനെ വരെ തന്തക്കുപിടിയും തലവടിയും ഊരത്തെറി. ലാലേട്ടന്റെ വിസ്മയ മോഹൻലാലിന്റെ മാത്രം അക്കൗണ്ടിലല്ല, ലാലേട്ടന്റെ അക്കൗണ്ടിലും തെറിവിളിയുടെ പൂരം. ലാലേട്ടൻ ആ എമ്പുരാൻ കഴിഞ്ഞൊന്ന് സമാധാനത്തെ വന്നത് ഇപ്പൊ അദ്ദേഹത്തിന് വീട്ടു വിജിപ്പോടെ അദ്ദേഹം തീവ്രവാദപ്പെട്ടില്ല. ഇനിയിപ്പോ ഇതിനകത്ത് വിസ്മയ മോഹൻലാൽ രക്ഷപ്പെട്ട ഒരു എലമെന്റ് ഉണ്ടെന്നറിയോ? വിസ്മയ എന്നുള്ള പേരുമുണ്ട്. ലാലേട്ടന്റെ മകളായതുകൊണ്ട് ഞാൻ ആലോചിക്കാണ് ആ പെൺകുട്ടിയുടെ എന്നാണ് പേര്. ഇപ്പൊ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നടന്നു, അദ്ദേഹത്തിന് യാതൊരു മതവുമായി യാതൊരുവിധ ബന്ധമില്ലെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം പേരാണെന്ന് വിചാരിക്കാം. ഞാൻ എരവാദം പറയണേ അങ്ങനെ തന്നെ. വിസ്മയ എന്നുള്ള സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ആ പ്രശസ്ത നടനോട് പറയുന്ന വർത്താനം, ഡാ മോനേടാ നീ ഒരു പാകിസ്ഥാനിലേക്ക് മോക്കൊരു ടിക്കറ്റ് എടുത്തോട്, നിങ്ങളുടെ തറവാട്ടുകാരെല്ലാം അവിടെ ഉണ്ടെന്ന് പറയും. പറയില്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? വിസ്മയുടെ സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ടിക്കറ്റ് പാകിസ്ഥാനിലേക്ക് എടുക്കാൻ പറയും. പക്ഷെ ഇവിടെ വിസ്മയ രക്ഷപ്പെട്ടതുകൊണ്ടാ വിസ്മയ എന്നുള്ള പേരും ലാലേട്ടൻ അവരുടെ അച്ഛനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഇത്രയധികം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിലപാട് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ യുവ സമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു, അറിയോ? APJ അബ്ദുൽ കലാം. നമ്മുടെ യുവ സമൂഹത്തെ കിനാവ് കാണാൻ പഠിപ്പിച്ച ആ സമൂഹത്തെ വർത്തമാന കാലഘട്ടത്തിൽ അടിച്ച് തലപൊളിച്ച് രക്തം ചിന്തുമ്പോൾ നമ്മൾ ഈ രാജ്യത്തെ ഏത് വ്യവസ്ഥയിലാണ് വിശ്വസിക്കേണ്ടത്? ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമവാഴ്ചയ്ക്ക് എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകില്ലേ? ഏതായിരുന്നാലും വിസ്മയ മോഹൻലാൽ ഇപ്പൊ നിങ്ങൾ തെറി കേട്ടാലും ആക്ഷേപം കേട്ടാലും നാളെ നിങ്ങളുടെ സമൂഹം കൊടുക്കും ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ പേർലിമാണി രഞ്ജിനി ഹരിദാസ് വിഷയത്തിൽ തന്നെ 7 വർഷം എടുത്ത് രഞ്ജിനിയുടെ ഭാഗത്ത് ക്ലിയർ ആവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഴയ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കുറെ ആൾക്കാർ വന്ന് സത്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാലം തെളിയിക്കും. മേജർ രവി പറയുന്ന ഒരു കാര്യം ഞാൻ അതും കൂടെ വെച്ചുതരാം. മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ടാണ് നിരുന്ന മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടൊരു സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെ ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാള് ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നതും അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കോർപ്പറേറ്റ് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ എഡ്യൂക്കേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോ ചെറിയ കുട്ടിയില്ല അവിടെ. കുട്ടികളൊന്നും നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാനിതൊരു സംസാരിച്ചിട്ടില്ല. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന്. ഓക്കെ, ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഏകദേശം മേജർ രവി എന്നെ കറക്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേജർ രവി വരെ. ഓക്കെ, ഇനി വേടനെ കുറിച്ച്, വേടനും കുറെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിന് കുട്ടിയുടെ കൂടെ നിന്നതിനും വേടന്റെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. പക്ഷെ ഈ ഒരു കാര്യത്തില പുള്ളി കൊള്ളാം. തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ, വീണാൽ ഈ നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം, മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വാ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല വാ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ സംഘടനകൾ അവിടെ കൂടൽ.
Not a show. This is a protest. This is not a show. This is a protest. Come on, guys. Come on. Oh my God, come on. Guri mole mara. Kaka. Yes. Come on. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാവാൻ ഇപ്പോഴും ഉണ്ട് ആൾക്കാർ. എന്നാലും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ വന്ന് ചുമ്മായിരുന്നു. മേജർ രവി പറഞ്ഞു കേട്ടില്ലേ ചുമ്മാതിരിക്കുക എന്നുള്ള രീതിയിലാണ്. ഒരു 16 വയസ്സുകാരി പറയുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ മേജർ രവിക്ക് കാണുവാണെങ്കിൽ ഇരുന്ന് കാണും ഇതും കൂടെ. बीजेपी को पर अब मजाल है मैं किसी को दे दूं तो वो है। हम जानते हैं आज तक हमारे परिवार में किसी ने मोदी सपोर्ट नहीं किया है, क्योंकि पढ़े लिखे लोग नहीं करते हैं। ये अंधभक्त होते हैं ना, वही करते हैं, सिर्फ अंधभक्ति करते सपोर्ट मोदी को। ये 16 साल की बच्चियां हैं, सामने पुलिस के जवान खड़े हैं, आप देखेंगे 5 मीटर की दूरी पे, और ये 2 लड़कियां IPS ऑफिसर से लड़ गई। കേട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ലാത്തി വെച്ചിട്ട് ചില പെൺപിള്ളേരുടെ ബാക്കിലാണ്, അതും എങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നിട്ടിരുന്ന് ചിരിക്കുന്നു. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ലാത്തി എടുത്തിട്ട് അവന്മാർ കാണിച്ച ചില തോന്നിവാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പോകാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷനും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകാൻ, എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ വീട്ടുകാരുടെ കാര്യങ്ങളും നോക്കേണ്ട ഇതുണ്ട്. പണ്ടൊക്കെ വീടും ഒക്കെ വിട്ടിട്ട് രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, എല്ലാത്തിനും പോകുമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ആദ്യം നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ ഒരു സംരക്ഷണം ഉണ്ടാക്കിയാലേ ബാക്കിയുള്ള കാര്യത്തിലോട്ട് ഇറങ്ങി തിരിക്കാവുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. സത്യത്തിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പോകണമെന്ന്. ഓക്കെ, ഇതാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. അത് വേറൊരു സംഭവമാണ്. ശശികല നീയൊക്കെ ഇരുന്ന് കേൾക്കണം. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളായിട്ടുള്ള ചാണകങ്ങളുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. യുവമാര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 1 ബില്യൺ ആൾക്കാരും രാജ്യദ്രോഹികൾ, ചാണകത്തിൽ മുഴുകിയിരിക്കുന്ന കുറെ മൊണ്ണന്മാര് മാത്രം രാജ്യസ്നേഹികൾ അല്ലേയോടാ. ഹിന്ദു കത്രമേഹേ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ എല്ലാരെയും വലിപ്പിച്ച് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് അവന്മാര് പോയി. എന്നിട്ട് പറയാ നമ്മളെ ഹിന്ദുക്കളെ കാശ് പൊട്ടിച്ചു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലടാ, അതിലൊന്നുമില്ല. നമ്മളെ വലിപ്പിക്കാതിരിക്കാൻ വന്നാൽ മതി. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ ശാഖയിൽ ഇറങ്ങിയപ്പോഴേ വേക്കൻസി വന്നിട്ട് കുറെ മലയാളികൾ അതിനകത്തോട്ട് പിടിച്ച് കയറിയിട്ടുണ്ട്. പ്ലേ ഷൂ നാക്കി എടുക്കുന്ന കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല കേട്ടോ. ക്യാഷ് മേടിച്ചിട്ടാണ് ഈ കൊണ അടിച്ച് ഓരോന്ന് പറയുന്നത്. ഓരോ കാര്യത്തിനും ഈ രീതിയിൽ ഇങ്ങനെ ന്യായീകരിച്ച് പറയാൻ പറ്റുമെന്ന് യവന്മാരെ കൊണ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബുദ്ധി ഇല്ലായ്മയാവാം, വെറും ചാണകമാവരുത്. ഒരുത്തനാണെങ്കിൽ DMൽ വന്നിട്ട് പാകിസ്ഥാനി ഏജന്റാ, ചൈനക്കാരനാ. ഇവിടെ പാകിസ്ഥാനി ഏജന്റും ചൈനക്കാരനൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ തുറന്നു വെച്ച് നടക്കണമെങ്കിലേ അത് നിന്റെ സിസ്റ്റം ഫെയിലിയർ ആടാ. എന്റെ മോദിയുടെ അടുത്ത് പോയി ചോദിക്കുക എന്തിനിങ്ങനെ പാകിസ്ഥാനികളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്ന്. വല്ലവന്റെ വണ്ടിയിൽ കൊണ്ടുപോയി എതനോട് തിരിക്കിയിട്ട് അയ്യോ അത് പരീക്ഷണമാന്ന് അങ്ങ് മെഴുകുക. ഏതൊക്കെ രീതിയിൽ നീയൊക്കെ ന്യായീകരിക്കുന്ന ഒരു മര്യാദ വേണം ഓരോ കാര്യത്തിന് പറയാം. എന്ത് മര്യാദ? സ്വന്തം ജയ ശ്രീരാം എന്ന് വിളിച്ചോണ്ട് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് പോയ യവന്മാരെ കയ്യിന്നൊക്കെ എന്താ. അവള് പറഞ്ഞ ആ ഒരു പോയിന്റ് കേട്ടില്ലേ? പാകിസ്ഥാൻകാരാണെങ്കിൽ നിന്റെയൊക്കെ മോദിയുടെ കഴിവേടാന്ന്. എടാ ഇവളാണ് കൊള്ളാലോ. കൊലക്കിടി മോളെ, അങ്ങനെ കൊടുക്കണം മറുപടി ആയാലോ. ഓക്കെ, അപ്പോൾ ശശികലേ ഒരു കാര്യം ഞാൻ പറയാം. നീയൊക്കെ എത്ര ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടാലും ഇവിടുത്തെ ജനങ്ങൾ ഉറപ്പാണ് അവർക്ക് അബദ്ധം പറ്റത്തില്ല മോളെ. 3 സീറ്റ് ഇനി അത് ആ ഒരു അവസ്ഥ വരും. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ബൈ, ലവ് യു ഗൈസ്.